Hi students, welcome to lesson 3.16 in professional business skills. We continue our discussion on sources of data. In this class, we will try to understand what are the external sources of data and what are the personal sources of data. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ കണ്ടു, അവയുടെ ക്ലാസിഫിക്കേഷൻ കണ്ടു, പിന്നെ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റയും നമ്മൾ കണ്ടു. അവിടെ നിന്ന് നമ്മളിപ്പോൾ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റയിലേക്ക് നമ്മൾ നിയമിക്കുകയാണ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ പുറത്തു നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റയെ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നു. ഓർഗനൈസേഷനായി ബന്ധപ്പെട്ടത് അല്ല ഈ ഡാറ്റ, കാരണം ഓർഗനൈസേഷനായി ബന്ധപ്പെട്ട ഡാറ്റ നമ്മൾ ഇന്റേണൽ ഡാറ്റ എന്ന് പറഞ്ഞു. ഇന്റേണൽ ഡാറ്റയിൽ നമ്മൾ നേരത്തെ കണ്ട ക്ലാസ്സിൽ ക്ലാസിഫൈ ചെയ്യുകയുണ്ടായി. ഇന്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റയിൽ സെക്കൻഡറി സോഴ്സ് ആണ് നമ്മളുടെ സ്ഥാപനത്തെ കുറിച്ച് മറ്റുള്ളവർ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വ്യത്യസ്തമായി ഒരു ഓർഗനൈസേഷൻ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് കളക്ട് ചെയ്യുന്ന ഡേറ്റയ്ക്കാണ് നമ്മൾ എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറയുന്നത്. ഇത് പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്യാം. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡേറ്റാ ബേസസ് ഉണ്ടായിരിക്കും. പൊതുവെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള എക്സ്റ്റേണൽ ഡേറ്റാ ബേസസ് ഉണ്ടായിരിക്കും. മറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഡെമോഗ്രാഫിക് റിപ്പോർട്ട്സ്, സെൻസസ് ഒക്കെ ഒരു എക്സ്റ്റേണൽ റിപ്പോർട്ടാണ്. ഇന്റർനെറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെ കുറിച്ച് നമ്മളുടെ പ്രൊഡക്ട്സ് എവിടെയൊക്കെ വിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിവിധ രാഷ്ട്രങ്ങളുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈല്, അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അവിടുത്തെ മാനുഫാക്ചേഴ്സ്, ഇവയെ കുറിച്ചൊക്കെ ഇന്റർനെറ്റിൽ പരതി നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ടാകും. അടുത്തത് കസ്റ്റമേഴ്സിനെ കുറിച്ച്, വിവിധ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഏജ് വൈസ് അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ട്രെയ്റ്റ്സ് എന്തെല്ലാമാണ്, അവരുടെ ബിഹേവിയർ പാറ്റേൺ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇത്തരം ഡേറ്റയുടെ പ്രത്യേകത, നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ടൈമിൽ ആവശ്യമുണ്ടായിട്ട് കളക്ട് ചെയ്തായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ ആകാം, പക്ഷെ അങ്ങനെ ആകണം എന്ന് നിർബന്ധമില്ല. ഒരു പർട്ടിക്കുലർ ആവശ്യം വന്നപ്പോൾ നമ്മൾ ഓടിപ്പോൾ എക്സ്റ്റേണൽ ഡേറ്റ കളക്ട് ചെയ്തത് മാത്രമല്ല എക്സ്റ്റേണൽ ഡേറ്റ ആകുന്നത്. പലപ്പോഴും എക്സ്റ്റേണൽ ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എപ്പോഴാണ് എവിടെ വെച്ചാണ് ഉപയോഗപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല. എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു കൺസ്യൂമേഴ്സിന്റെ ചിന്താഗതി, അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി, അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ ഏജ് ഗ്രൂപ്പിൽ വരുന്ന മാറ്റങ്ങൾ. ഒരു ഏജ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന പർച്ചേസിംഗ് ചിലപ്പോൾ അതിന്റെ താഴത്തെ ഏജ് ഗ്രൂപ്പിലേക്ക്, അതിന്റെ മുകളിലെ ഏജ് ഗ്രൂപ്പിലേക്കൊക്കെ പോകുന്നു. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ്സിന്റെ ഒക്കെ. അപ്പോൾ ഇത്തരം രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും, അത് മോണിറ്റർ ചെയ്യും. ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഉപയോഗിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിത് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഡേറ്റയെ നമ്മൾ രണ്ടായിട്ട് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, രണ്ട് നോൺ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്. ഗവൺമെന്റ് പബ്ലിക്കേഷൻസിലെ കാര്യമായിട്ട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആണെങ്കിലും ഗവൺമെന്റുകൾ നിർബന്ധപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഗവൺമെന്റിന്റെ മാത്രം പേർപ്പസിന് വേണ്ടിയിട്ടല്ല, ഒരു രാജ്യത്തെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടാകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെൻസസ് അങ്ങനത്തെ ഒരു കാര്യമാണ്. ഗവൺമെന്റിന് അറിവുണ്ടായിരിക്കണം, രാജ്യത്തെ ബാക്കിയുള്ള അനേകം ആളുകൾക്ക് പല കാര്യങ്ങൾക്ക് ഈ സെൻസസ് ഡേറ്റ ഉപയുക്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റ് റെഗുലർലി, ഇപ്പോൾ സെൻസസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ റെഗുലർ എന്ന് പറഞ്ഞാൽ 10 വർഷത്തിലൊരിക്കലാണ് സെൻസസ് നടത്തുന്നത്. അല്ലെങ്കിൽ ജാതി തിരിച്ചുള്ള കണക്കുകൾ, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും എത്ര പോപ്പുലേഷൻ ഉണ്ട്, അതിൽ എത്ര ഗ്രാജുവേറ്റ്സ് ഉണ്ട്, എത്ര പേർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഗവൺമെന്റ് ഡേറ്റയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഡേറ്റ ഫ്രീ ആണ്, ആർക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് ചില എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് ചില എക്സാമ്പിൾസ് ആണ്, ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ചില എക്സാമ്പിൾസ് ആണ്. ഒന്ന്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസ് കളക്ട് ചെയ്യുന്ന സെൻസസ് ഡേറ്റ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ, ഏജ്, ജെൻഡർ, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ ലെവൽ എക്സെട്ര, ഇതെല്ലാം സോഷ്യോ ഡെമോഗ്രാഫിക് ഡേറ്റയാണ്. ഇത് കളക്ട് ചെയ്യുന്നത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ് മുഖാന്തരമാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ആളുകളുടെ തൊഴിൽ, സ്ത്രീയോ പുരുഷനോ എന്നുള്ളത്, ആളുകളുടെ പ്രായം എത്ര, വിദ്യാഭ്യാസ നിലവാരം എത്ര, ചെയ്യുന്ന ജോലി ഏത് ടൈപ്പാണ്, ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഓർഗനൈസേഷനാണ്, ഗവൺമെന്റ് പബ്ലിക്കേഷൻസിലൂടെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്ത് തരുന്ന മറ്റൊരു ഓർഗനൈസേഷനാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷനും ഇതുപോലെ, പക്ഷെ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിന് വേണ്ടിയിട്ട് പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം എത്രയാണ്, ഒരു ഇന്ത്യൻ പൗരന്റെ ആളോഹരി വരുമാനം എത്രയാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ആഭ്യന്തര ഉൽപാദനത്തിന്റെ കണക്ക് എത്രയാണ്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം പ്രൊഡക്ഷന്റെയും സർവീസസിന്റെയും കണക്ക് എത്രയാണ്, നാഷണൽ ഇൻകം,
മൊത്തത്തിലുള്ള ഇന്ത്യയുടെ ജനറേറ്റ് ചെയ്യുന്ന വരുമാനം എത്രയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മാക്രോ ഇക്കണോമിക് ഡേറ്റയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ കളക്ട് ചെയ്യുന്നത്. ഇത് രണ്ടായാലും ഒരു വർഷത്തേക്ക് മാത്രമല്ല കളക്ട് ചെയ്യുന്നത്, വർഷാവർഷം കളക്ട് ചെയ്ത് ഇവയുടെ നീക്കങ്ങൾ അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ, അതിന്റെ റീസൺസ്, ഇതെല്ലാം ഈ ഓർഗനൈസേഷൻ അനലൈസ് ചെയ്യുന്നു. അത് മാത്രമല്ല ഇങ്ങനെയുള്ള മാക്രോ ഇക്കണോമിക് നാഷണൽ വൈഡ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് കൂടാതെ സെക്ടർ വൈസ്, അതായത് ഇൻഡസ്ട്രി വൈസ്, റബ്ബർ ഇൻഡസ്ട്രി, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, ജെം ആൻഡ് ജ്വല്ലറി ഇൻഡസ്ട്രി, ഷിപ്പിംഗ് ഇൻഡസ്ട്രി, ഇപ്പൊ ഇങ്ങനെയുള്ള വിവിധ സെക്ടേഴ്സ് ഓരോന്നും ട്രാക്ക് ചെയ്ത് കവർ ചെയ്ത് അവിടെ നടക്കുന്ന പ്രൊഡക്ഷന്റെ അളവ് എന്താണ്, അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എന്താണ്, എത്ര പേർക്ക് ഇത്തരം വ്യവസായങ്ങളിൽ ജോലി ലഭിക്കുന്നു, എത്രയാണ് ഇവയുടെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന കൺസംഷൻ എത്രയാണ് വരുന്നത്, ഔട്ട്പുട്ട് എത്രയാണ് വരുന്നത്, ഔട്ട്പുട്ടിൽ തന്നെ ഡൊമസ്റ്റിക് ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നത് എത്ര എക്സ്പോർട്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെക്ടർ വൈസ് കണക്കുകളും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നടത്തുന്നു. അടുത്തത് ഡയറക്ടർ ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ഇന്റലിജൻസ്. ഡയറക്ടർ ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഫോറിൻ ട്രേഡ്, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് കണക്കുകൾ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നടത്തുന്നത്. അതിപ്പോൾ റീജിയൻ വൈസ് എൻ്റയർ കൺട്രിക്ക് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഇങ്ങനെ പ്രത്യേക റീജിയൻസ് ആയിട്ടോ സ്റ്റേറ്റ് വൈസ് ആയിട്ടോ ഒക്കെ എടുക്കുന്നു. ഇതാണ് ഡയറക്ടർ ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ഇന്റലിജൻസ് എന്ന് നടത്തുന്നത്. അടുത്തത് മിനിസ്ട്രി ഓഫ് കമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. വ്യാവസായിക വകുപ്പിന്റെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്, വ്യാവസായിക വാണിജ്യ വകുപ്പ് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇവർ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സീനിയർ ലെവൽ ബ്യൂറോക്രാറ്റിക് പൊസിഷനാണ് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ, CA എന്നൊക്കെ നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അപ്പൊ CAയുടെ ഓഫീസ് കളക്ട് ചെയ്യുന്ന ഡേറ്റ കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, വില വിവര പട്ടിക, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതായത് ചില പ്രത്യേക വസ്തുക്കളുടെ, അത് ഫുഡ് പ്രൊഡക്ട്സ്, കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള കാറ്റഗറി തിരിച്ച് ഉള്ള വസ്തുക്കളുടെ ഹോൾസെയിൽ പ്രൈസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ വരുന്ന പ്രൊഡക്ട്സ് സെക്ടർ വൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഫുഡ് പ്രൊഡക്ട്സ്, അപ്പൊ അതിൽ ഏതൊക്കെ ഫുഡ് പ്രൊഡക്ട്സ് വരുന്നു, കൺസ്യൂമർ ഗുഡ്സ്, അതിൽ ഏതൊക്കെ കൺസ്യൂമർ ഗുഡ്സ് വരുന്നു, ഫ്യൂവലിൽ പിന്നെ ഏതൊക്കെ വരുന്നു, നമ്മൾ തിരുവനന്തപുരം പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ഫ്യൂൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം സെപ്പറേറ്റ് ആയിട്ടുള്ള ബാസ്ക്കറ്റ് ഓഫ് പ്രൊഡക്ട്സിന്റെ ഹോൾസെയിൽ പ്രൈസ് എത്രയാണ്? സ്വാഭാവികമായിട്ട് നമുക്ക് ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഐസ്ക്രീം മുതൽ നമ്മൾ വളരെ ഹെൽത്ത് ഫുഡായ ഓർഗാനിക് ഫുഡ് വരെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസിന്റെയും ഹോൾസെയിൽ പ്രൈസ് അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇൻഡിക്കേറ്റീവ് ആയിട്ട് ഏതാനും ചില ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നു, അവയുടെ ഹോൾസെയിൽ പ്രൈസ് എത്രയാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ്, എല്ലാ കൺസ്യൂമർ ഗുഡ്സിന്റെ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അതിൽ ഓട്ടോമൊബൈൽസ് ഉണ്ടാകും, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാകും, ചില കുറച്ച് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉണ്ടാകും. ഇവയുടെയൊക്കെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇവയുടെ ഹോൾസെയിൽ പ്രൈസ് എത്രയായിരിക്കും, വർഷാവർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ക്വാർട്ടർലി ആയിരിക്കും, ഇവയുടെ ഹോൾസെയിൽ പ്രൈസ് എത്രയാണ്, ഇവയുടെ മൂവ്മെന്റ്സ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലൂടെ ട്രാക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മൊത്തം വിവര പട്ടികയാണ്, ഹോൾസെയിൽ ലെവലിൽ അവരുടെ പ്രൈസ് എത്രയാണ്. ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതായത് വിവിധ ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വിവിധ ഇൻഡസ്ട്രികളിൽ, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഒന്ന്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഒന്ന്, അതർ സർവീസ് സെക്ടേഴ്സ് മറ്റൊന്ന്, ഗവൺമെന്റ് എംപ്ലോയീസിന്റെ മറ്റൊന്ന്, ഇങ്ങനെ വിവിധ സെക്ടറിലേക്ക് എംപ്ലോയീസിനെ തിരിച്ചിട്ട് ഈ എംപ്ലോയീസിന്റെ വീട്ടിൽ ഒരു മാസം വാങ്ങിക്കുന്ന വസ്തുക്കളുടെ ഒരു ഏകദേശ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവയുടെ പ്രൈസിന്റെ മൂവ്മെന്റ് എങ്ങനെയെന്ന് ട്രാക്ക് ചെയ്യും. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കാരന്റെ വീട്ടിൽ വാങ്ങിക്കുന്ന ഗുഡ്സ് ആയിക്കൊള്ളുന്നില്ല ഒരു മാനുവൽ ലേബറുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഗുഡ്സ്. അപ്പൊ ഏകദേശം ഓരോ സെക്ടറിലും വാങ്ങിക്കുന്ന ഓരോ എംപ്ലോയീസിന്റെ വീട്ടിൽ സാധാരണഗതിയിൽ വാങ്ങിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവയുടെ കൺസ്യൂമർ പ്രൈസ്, നമ്മൾ പേ ചെയ്യുന്ന പ്രൈസ് ആണല്ലോ കൺസ്യൂമർ പ്രൈസ്, അവയുടെ പ്രൈസ് എത്രയാണ്. അപ്പൊ ഇത്തരം സ്റ്റഡീസ് ഒക്കെ സ്ഥാപനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എംപ്ലോയീസിന് ഡിയർനെസ് അലവൻസ് കൂട്ടിക്കൊടുക്കാൻ, സാലറി ഇൻക്രീസ് ഡിക്ലെയർ ചെയ്യാൻ. വസ്തുക്കളുടെ കൺസ്യൂമർ പ്രൈസ് കൂടുമ്പോൾ അതിനനുസരിച്ച് സാലറി ഏകദേശം കൂടിയില്ലെങ്കിൽ നാളെ ഇവർക്ക് കിട്ടുന്ന ശമ്പളം സെയിമും കൺസ്യൂമർ പ്രൈസ് കൂടുതലാകുമ്പോൾ പിന്നെ എന്ത് കയ്യിൽ ബാക്കിയുണ്ട്. അപ്പൊ ഇത്തരം ഇൻഡെക്സുകളുടെ യൂസ് അവിടെയാണ്. ഇത്തരം ഇൻഡെക്സുകൾ ഉപയോഗിച്ചിട്ടാണ് പല സ്ഥാപനങ്ങളും, എസ്പെഷ്യലി ഓർഗനൈസ്ഡ് ലേബർ, അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറീസ് ഒക്കെ ഇത്തരം ഇൻഡെക്സുകൾ ഉപയോഗിച്ചിട്ടാണ് അവരുടെ എംപ്ലോയീസിന്റെ സാലറി പേ സ്കെയിലൊക്കെ റിവൈസ് ചെയ്യുന്നത്. ഗവൺമെന്റ് നിശ്ചയമായിട്ട് റിവൈസ് ചെയ്യുമ്പോൾ ഇത്തരം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റെഫർ ചെയ്തിട്ടാണ് റിവൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെയുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഈ മിനിസ്ട്രി ഓഫ് കമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ചീഫ് ഇക്കണോമിക് അഡ്വൈസറുടെ ഓഫീസിലൂടെയാണ് ഇത്തരം ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ എപെക്സ് ബാങ്ക് ആണ്. ധാരാളം മോണിറ്ററി പോളിസി, ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് പോളിസീസ്
ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, മൊത്തത്തിൽ ഇക്കോണമിയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കറൻസി റേറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റിനായാലും ലോണിനായാലും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾ, ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം എത്രയാണ്, ഡിഫ്ലേഷൻ പണത്തിന് മൂല്യം കുറയുന്ന കണ്ടീഷൻസ് എത്രയാണ്, സേവിങ്സ് എത്ര വരുന്നുണ്ട്, രാജ്യത്ത് ആകെയുള്ള സേവിങ്സ് എത്രയാണ്, അത് ഏതെല്ലാം രീതികളിൽ അത് സേവ് ചെയ്തു, മ്യൂച്വൽ ഫണ്ടിൽ എത്ര, ഷെയറിൽ എത്ര, ബാങ്ക് ഡെപ്പോസിറ്റ്സിൽ എത്ര, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മോണിറ്ററി ട്രെൻഡ്സ്, മാർക്കറ്റ് ട്രെൻഡ്സ്, എത്ര പബ്ലിക് ഇഷ്യൂ നടന്നു ഈ വർഷം, അതോ പബ്ലിക് ഇഷ്യൂ കുറഞ്ഞെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, ആളുകളിൽ പൈസ ഇല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ട് കാര്യമില്ല. അതുപോലെ എക്സ്റ്റേണൽ ബോറോയിങ്സ് കമ്പനികൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടോ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഗുഡ് സോഴ്സ് ഓഫ് എക്സ്റ്റേണൽ ഡേറ്റയാണ്. ലേബർ ബ്യൂറോ ഇതുപോലെ തന്നെ രാജ്യത്ത് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യുന്നു. ഏതെല്ലാം ഇൻഡസ്ട്രീസിൽ എന്തെല്ലാം രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഉണ്ട്, നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്, എത്രയുണ്ട്, സ്കിൽഡ് എത്ര, അൺസ്കിൽഡ് എത്ര, മാനുവൽ ലേബർ എത്ര, മാനേജീരിയൽ എത്ര, ടെക്നിക്കൽ എത്ര, നോൺ ടെക്നിക്കൽ എത്ര, ഈ രീതിയിലുള്ള ഡേറ്റ കളക്ട് ചെയ്യലാണ് ലേബർ ബ്യൂറോ ചെയ്യുന്നത്. നാഷണൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പ്ലാനിങ്ങിന്റെ കീഴിൽ വരുന്ന നാഷണൽ സാമ്പിൾ സർവേ എന്ന് പറയുന്ന ഓഫീസ് കളക്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സോഷ്യോ ഇക്കണോമിക് ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്. ഡെമോഗ്രാഫിക് ഡേറ്റ, പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റ, അതിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ഡെമോഗ്രാഫിക് സോഷ്യോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതാണ്. മെയില്, ഫീമെയില്, എംപ്ലോയിഡ്, അൺഎംപ്ലോയിഡ്, ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ലെവൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നാഷണൽ സാമ്പിൾ സർവേ എടുക്കുന്നു. അതുപോലെ തന്നെ സെക്ടർ വൈസ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, സെക്ടർ വൈസ് പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ്, അഗ്രികൾച്ചറൽ, പിന്നെ ഇൻഡസ്ട്രിയൽ, ഫോർമൽ എംപ്ലോയ്മെന്റ്, നോൺ ഫോർമൽ എംപ്ലോയ്മെന്റ്, ഓർഗനൈസ്ഡ് എംപ്ലോയ്മെന്റ് ആണ് നമ്മൾ ഫോർമൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് എംപ്ലോയ്മെന്റ്, ഹൗസ് മെയ്ഡ്, പറമ്പിൽ പണിക്ക് വരുന്ന ആൾ, ഇതൊക്കെ അൺഓർഗനൈസ്ഡ് ലേബർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ഇവരുടെ ആവറേജ് വേജസ് എന്താണ് വരുന്നത്, സ്റ്റേറ്റ് വൈസ് വേജസിന്റെ ഡിഫറൻസ് എത്രയാണ്, അപ്പൊ അതുകൊണ്ടാണോ മൈഗ്രേഷൻ സ്റ്റേറ്റ് വൈസ് നടക്കുന്നത്, ബംഗാളിൽ നിന്ന് ആൾക്കാർ കേരളത്തിലേക്ക് വരുന്നതിന്റെ റീസൺ എന്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള നേഷൻ വൈഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റഡീസ്, സോഷ്യോ ഇക്കണോമിക്, ഡെമോഗ്രഫിക് സർവേസ് ഒക്കെ നടത്തുന്നതാണ് നാഷണൽ സാമ്പിൾ സർവേ എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യുന്നത്. സെൻസസ് എൻറ്റയർ കൺട്രി എടുക്കുന്നുണ്ടെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് കൂടുതൽ നടത്തുന്നത്. ഒരു പർട്ടിക്കുലർ സാമ്പിൾ എടുത്തിട്ട് അതിനെ എൻറ്റയർ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ എൻറ്റയർ കൺട്രിക്കോ ഒക്കെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരിക്കും. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സും നേരത്തെ പറഞ്ഞ പോലെ വരുമാനം, അതുപോലെ ചെലവ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, സമ്പാദ്യം, കൺസംഷൻ, ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, ഒരു രാജ്യത്ത് നടക്കുന്ന ഇൻകം ജനറേഷൻ എത്രയാണ്, അതിൽ എത്ര സേവിങ്സ് ആയി പോകുന്നു, അതിലെത്ര കൺസംഷന് വേണ്ടി, അതിലെത്ര ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്താൽ നമുക്കറിയാം, നമുക്ക് 10 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കാൻ 8 ലക്ഷം രൂപ എടുക്കുന്നു, 1 ലക്ഷം രൂപ സേവിങ്സ് ആയിട്ട് നടത്തുന്നു, പിന്നെ അല്പസ്വല്പം കാര്യങ്ങൾ നമ്മൾ എന്റർടൈൻമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മാറ്റിവെക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ രാജ്യത്ത് നടക്കുന്ന ഇക്കണോമിക് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് നടത്തുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്. നമുക്ക് പലപ്പോഴും നോക്കുമ്പോൾ കാണാവുന്നത് മൾട്ടിപ്പിൾ പോയിന്റ്സ്, മൾട്ടിപ്പിൾ സോഴ്സസ് ഒരേ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഓവർലാപ്പ് നമുക്ക് പലപ്പോഴും നമുക്കിത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയുമാണ്, ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈസ് എ പവർഫുൾ സോഴ്സ് ഓഫ് ഡേറ്റ. ഇഷ്ടം പോലെ ഓഫീസുകളിലൂടെ ധാരാളം ഡേറ്റ ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനായി തന്നെ ഒരു നല്ല എമൗണ്ട് ഓഫ് ടൈം, എക്സ്പെൻസ് ആൻഡ് മാൻ പവർ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന ഏതാനും ചില ഓഫീസുകളും അവരുടെ ഏതൊക്കെ സെക്ടറിലാണ് അവർ എൻഗേജ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോൺ ഗവൺമെന്റ് പബ്ലിക്കേഷൻസിലേക്ക് നീങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചേംബർ ഓഫ് കൊമേഴ്സ്, അതിൽ ഫിക്കി, അസോക്കാം, ഇങ്ങനെയുള്ള ചേംബർ ഓഫ് കൊമേഴ്സുകളുണ്ട്. അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് അസോക്കാം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഫിക്കി എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഫിക്കി, അസോക്കാം എന്ന് പറയുന്നത് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള 2 ചേംബർ ഓഫ് കൊമേഴ്സുകളാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഡീറ്റെയിൽസ്, അവരുടെ പ്രോഫിറ്റബിലിറ്റി, ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗിന് നമ്മൾ എങ്ങനെയായാലും കമ്പൽസറി കുറെ ഡേറ്റ കൊടുക്കണം. അപ്പൊ ആ ഡേറ്റയൊക്കെ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടും. കമ്പനി വൈസ് ഓരോ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഇപ്പോൾ കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, കാപെക്സിൽ എന്ന് പറയുന്ന ഒരു സെമി ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഗവൺമെന്റ് കാഷ്യൂവിന്റെ എക്സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന
ഒരു സ്ഥാപനമാണ് ക്യാപെക്സിൽ, കാഷ്യൂ പ്രൊമോഷൻ എക്സ്പോർട്ട് കൗൺസിൽ എന്നുള്ള പേര്. അപ്പൊ ഇതുപോലെ പല രീതിയിലുള്ള കൗൺസിലുകൾ ഡിഫറെന്റ് സെക്ടേഴ്സിൽ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് മുൻകൈ എടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ബോഡീസ് ഉണ്ട്. അവരുടെ റിപ്പോർട്ട്സിൽ നമുക്ക് കിട്ടും. പിന്നെ ട്രേഡ് ബോഡീസ്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ വ്യവസായികൾക്കും വേണ്ടിയുള്ള ഒരു അസോസിയേഷനാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഓരോ സെക്ടർ വൈസും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്ക് അവരുടെ അസോസിയേഷൻ വേറെ, പിന്നെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്, അതാണ് സിയാം എന്ന് പറയുന്നത്, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്, സിയാം. അപ്പോൾ അവരുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഡേറ്റ അവർ പബ്ലിഷ് ചെയ്യുന്നു. COA, സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, മൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് COA, സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. OSP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് യൂണിഫൈഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ തന്നെ ടെലികോം കമ്പനികൾ മറ്റൊരു വിഭാഗത്തിന്റെ ഒരു അസോസിയേഷനാണ്. അപ്പോൾ വിവിധ അസോസിയേഷനുകൾ ഉണ്ട് നിലവിൽ. ഓരോ രംഗത്തിനും വേണ്ടി സെപ്പറേറ്റ് അസോസിയേഷൻസ് ഉണ്ട്. അവരുടെ റിപ്പോർട്ടുകളും ഒരു സോഴ്സ് ഓഫ് നോൺ ഗവൺമെന്റൽ സോഴ്സ് ഓഫ് ഡേറ്റയാണ്. നോൺ ഗവൺമെന്റൽ സോഴ്സസ് ഓഫ് ഡേറ്റയുടെ ഒരു പ്രത്യേകത, അവയ്ക്ക് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ബയസ് ഉണ്ടായിരിക്കും, ഒരു ചായ്വ് ഉണ്ടായിരിക്കും. അവരേത് ഇൻഡസ്ട്രിയെ പ്രതിനിധാനം ചെയ്യുന്നു, അവരാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിയുക്തരായിരിക്കുന്നു, അവർക്ക് അനുകൂലമായിട്ടായിരിക്കും പലപ്പോഴും അവരുടെ റിപ്പോർട്ടുകൾ വരിക. അവരുടെ റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ റബ്ബർ ഇറക്കുമതി കൊണ്ട് ഇന്ത്യൻ റബ്ബർ കമ്പനികളിൽ ധാരാളം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ ആയിരിക്കാം അവരുടെ റിപ്പോർട്ടുകൾ വരിക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ ഗവൺമെന്റൽ പബ്ലിക്കേഷൻസിന്റെ ഡേറ്റ എപ്പോഴും ഒരു ചായ്വ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ട്രേഡ് രംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കാനുള്ള സാധ്യത നോൺ ഗവൺമെന്റ് പബ്ലിക്കേഷൻസിനുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡേറ്റയിൽ കാണുന്ന. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡേറ്റയിൽ രണ്ടാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഒന്ന് ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, നമ്മൾ ഒരു പിടി ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് നമ്മൾ കണ്ടു, നമുക്ക് ഡേറ്റ തരുന്ന പബ്ലിക്കേഷൻസ് ഇറക്കുന്ന ഇഷ്ടംപോലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ കണ്ടു. അതുകൂടാതെ നോൺ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി മറ്റൊരു സോഴ്സ് ഓഫ്, ഇതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡേറ്റ. ഇനി അടുത്തൊരു സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നതാണ് പേഴ്സണൽ സോഴ്സ് ഓഫ് ഡേറ്റ. പേഴ്സണൽ സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പ്രത്യേക രംഗത്തോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ദീർഘകാലത്തെ പ്രവൃത്തിയിൽ നിന്നും പരിചയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അറിവ് നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഡേറ്റയാണ്. ഇത്തരം ഡേറ്റയുടെ ഒരു പ്രത്യേകത, ഇത്തരം ഡേറ്റ സബ്ജക്റ്റീവ് ആണ്. അതായത് ഇത്തരം ഡേറ്റ നമ്മൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ല, അത് ഒരാളുടെ ഒരു ഒപ്പീനിയൻ ആണ്. അയാളുടെ മാത്രമായിട്ട് അയാളുടെ എക്സ്പെർട്ടീസിൽ നിന്ന്, അയാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അഭിപ്രായമാണ്. ഇത് ആളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 28 എന്ന് പറയുന്നതും ആ ക്ലാസ്സിൽ ആൺകുട്ടികളാണ് കൂടുതൽ എന്ന് ആ ഡിപ്പാർട്ട്മെന്റിലെ HOD പറയുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 32 എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ആണ്, ഒബ്ജക്റ്റീവ് ആണ്. 32 ആൺകുട്ടികളുടെ എണ്ണം. ആ ക്ലാസ്സിൽ ആൺകുട്ടികളുടെ എണ്ണം കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കൂടുതലാണെന്ന് പറയുന്നു, ആ ക്ലാസ്സിൽ ആൺകുട്ടികളുടെ എണ്ണം കൂടുതലാണെന്ന് പറയുന്നു, ആ ക്ലാസ്സിൽ ഏകദേശം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ സ്ട്രെങ്ത് ആണെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പേഴ്സണൽ സോഴ്സ് ഓഫ് ഡേറ്റ എപ്പോഴും സബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്, ആളനുസരിച്ച് മാറുന്നതാണ്. പല രംഗങ്ങളിലും ഇത്തരം ഡേറ്റ നമുക്ക് കിട്ടും. സെയിൽസ് ടീമിന്റെ പെർഫോമൻസിനെ കുറിച്ച്, കോമ്പറ്റീഷന്റെ റിയാക്ഷനെ കുറിച്ച്, പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള നിയമനിർമ്മാണം വന്നാൽ അത് അനുകൂലമായിരിക്കുമോ പൊതുസമൂഹത്തിന് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇത്തരം ഒപ്പീനിയൻ നമുക്ക് കിട്ടും. അല്ലെ, ഇപ്പൊ കോമ്പറ്റീഷൻ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ കിട്ടാൻ സാധ്യതയില്ല. നമ്മളൊരു ഉൽപ്പന്നം ഇറക്കാൻ പോകുമ്പോൾ കോമ്പറ്റീഷൻ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പുതിയ ഡേറ്റ കിട്ടാൻ സാധ്യതയില്ല. കാരണം കോമ്പറ്റീഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് ഒരു നിശ്ചയമല്ല. അങ്ങനെ നമ്മളൊരു എക്സ്പേർട്ടിനോട് ചോദിക്കുന്നു, 4 എക്സ്പേർട്സിനോട് ചോദിച്ചാൽ അവർ 5 ഒപ്പീനിയൻ പറയും. അപ്പൊ ഇതാണ് ഇത്തരമുള്ള ഡേറ്റയുടെ ഒരു പ്രത്യേകത. അതുപോലെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ലെജിസ്ലേഷൻ. ഇപ്പൊ തന്നെ നമുക്കറിയാം, അഗ്രികൾച്ചറൽ നിയമങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വളരെയധികം ഡിബേറ്റ്, ഡിസ്കഷൻ, വാദപ്രതിവാദമൊക്കെ നടക്കുന്നുണ്ട്. പല ആളുകൾക്ക് പല അഭിപ്രായങ്ങളാണ്. ഇതാണ് പേഴ്സണൽ സോഴ്സ് ഓഫ് ഡേറ്റയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഹൈലി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. പിന്നെ സാധാരണഗതിയിൽ ഓർഗനൈസേഷൻസ് ഇത്തരം ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മൂഡിലൊക്കെ പോലെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യും, കമ്പ്യൂട്ടറൈസ്ഡ് പോർട്ടൽ, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അതിനാണ് LMS എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് കിട്ടിയ അറിവുകൾ, ചില സ്ഥാപനങ്ങളിൽ മാസത്തിലൊരിക്കൽ എല്ലാവരും അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ, അറിവുകളെല്ലാം എത്ര ഇമ്പോർട്ടൻ്റ് ആയാലും ചെറുതായാലും വലുതായാലും കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി ഒരു പോർട്ടലിൽ എൻ്റർ ചെയ്യണം. അതൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ആവശ്യമുള്ളവർക്ക് പിന്നീട് അതിൽ നിൽക്കാം. എന്താണ് ഉപയോഗപ്രദമാവുക അല്ലാത്തത് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പൊ ഇതൊരു രീതിയാണ്, ഇലക്ട്രോണിക് മെത്തേഡാണ്. ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS ഉപയോഗിച്ച് ആ പോർട്ടലിൽ കയറി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാ ദിവസവും മാർക്കറ്റ് ഇന്റലിജൻസിനെ കുറിച്ച് എന്തെങ്കിലും സാധനം എഴുതിയിടണം. ആഴ്ചയിൽ ഒരിക്കൽ LMSൽ കയറി എല്ലാ എംപ്ലോയീസും എന്തെങ്കിലും കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇതൊരു രീതിയാണ്.
അതല്ലെങ്കിൽ പിന്നെ മറ്റു രീതി ഇൻഫോർമൽ ആയിട്ട് ഡിസ്കഷൻസ്, മീറ്റിംഗ് വെക്കുക, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്, ഒരു പർട്ടിക്കുലർ പ്രശ്നം നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് HOD-മാരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആലോചിക്കുക, എങ്ങനെ നമ്മളൊരു പുതിയ മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്റ്റ് വന്ന് ലോഞ്ച് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ബ്രെയിൻ സ്റ്റോമിംഗ് ഡിസ്കഷൻസ് ഇതിൽ മറ്റൊരു രീതിയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റയും പേഴ്സണൽ സോഴ്സസ് ഓഫ് ഡാറ്റയും എന്നുള്ള ഹെഡിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡാറ്റ കളക്ഷൻ എന്നുള്ളതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് എന്തെല്ലാമാണെന്നും നമുക്ക് മനസ്സിലാക്കാം. Until we meet up for that, goodbye and thanks.